യെസ്. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അതായത് 27th ഫെബ്രുവരി 27th നമ്മുടെ ഒരു ജേർണലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അന്നത്തെ നമ്മുടെ ബയാസ് എന്തായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്സ് എന്തൊക്കെയായിരുന്നു, നമ്മുടെ മിസ്റ്റേക്സ്, നമ്മൾ ഇനി കാര്യമായിട്ട് അതിൽ എന്തൊക്കെ റിസർച്ച് നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് 27th ഫെബ്രുവരിയുടെ. ഓക്കെ. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 27th ഫ്രൈഡേ. ഓക്കെ. അതിന്റെയാണ് നമ്മളിപ്പോൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ മൺഡേ, അതായത് 2-ാം തീയതി മൺഡേ, അതായത് ഇന്നലെ ട്രേഡ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ആന്റിസിപ്പേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, മാർക്കറ്റ് അനലൈസ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്കൊരു നോ എൻട്രി അല്ലെങ്കിൽ നമ്മൾ ഒരു രീതിയിലും മാർക്കറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. പിന്നെ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വ്യൂ ചൊവ്വാഴ്ച, ഇനിയിപ്പോ ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ മാർക്കറ്റ് വ്യൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. മൺഡേ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. Fine. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു നമ്മൾ യെസ്, ഇതൊരു മന്ത്ലി ടൈം ഫ്രെയിം ആണ്. സോ ഇവിടെ ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ മാർക്കറ്റ് അതിൽ ടാപ്പ് ചെയ്യുന്നു, അതിൽ റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻസിലെ നമ്മൾ ആണ് എൻട്രീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫൈൻ. ഇത് 1 മന്ത് ആണ്. ഞാൻ ജസ്റ്റ് 1 ഡേയിലോട്ട്, വീക്ക് ഞാൻ നോക്കിയിട്ടില്ല. യെസ്, 1 വീക്ക് നോക്കുമ്പോൾ ഒരു ICTയുടെ കംപ്ലീറ്റ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. സോ ഇവിടെ ഒരു നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അപ്സൈഡിലോട്ട് എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അപ്സൈഡ് കുറച്ച് വീക്കർ ആണ് എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ നമ്മളെ ഇതുവരെയുള്ള ട്രേഡിന്റെ ഒരു സെറ്റപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യൂ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട്, സോറി, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അപ്സൈഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ അവിടേക്കുള്ള ഒരു സ്ട്രോങ്നെസ് വീക്കർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് നമുക്കൊരു റീസൺ ഉണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വീക്കർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. പിന്നെ 1 ഡേ സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് റീച്ച് ചെയ്യുകയുണ്ടായി. സോ അതിന് ശേഷം ഇത് ഫ്രൈഡേയിലെ ക്യാൻഡിലാണ്. സോ അപ്പോൾ അതില്ലാതാണ് നമ്മൾ ആന്റിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ വായിക്കാൻ കേട്ടോ. ഓക്കെ, ഇവിടെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് വന്നെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, ഡൗൺ സൈഡ് ബോഡി ക്ലോസ് വെച്ചിട്ടില്ല. ഇവിടെ ബോഡി ക്ലോസ് വെച്ചിട്ടില്ല, ജസ്റ്റ് സ്വീപ്പ് ആണ്. സോ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഉള്ളൊരു ഇതാണ്, ആ സൈഡ് വീക്കർ ആണെന്നുള്ള, ബിയോൾസ് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സൈഡ് വീക്കർ ആണെന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ അപ്പം നമ്മളിങ്ങനെ ഇതൊരു ബ്രേക്കർ വെക്കാത്ത, സോറി, ക്ലോസ് വെക്കാത്തതുകൊണ്ട് നമ്മൾ അതിനൊരു വീക്കർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ എൻട്രീസ് ഒക്കെ ഡൗൺ സൈഡിലോട്ട് എടുക്കുമ്പോഴും നമ്മൾ എന്ത് കാര്യമായിട്ടുള്ള ഫാളിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ കൂടുതലും ചെറിയ 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 എന്താ പറയാ, ലോങ് എൻട്രീസ് ആയിരുന്നു മാക്സിമം നമ്മൾ നോക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൽ എൻട്രീസ് ഒക്കെ നമ്മൾ റിയാക്ഷൻസ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ക്യാൻഡിൽ കണ്ടല്ലേ. ഇത് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ ആണ്. അതായത് ഒരു ഡോഞ്ചി ക്യാൻഡിൽ ആണെങ്കിലും ഈ ക്യാൻഡിൽ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റ് ഹൈ കണ്ടല്ലോ, നല്ല ഹ്യൂജ് ഹൈ. അപ്പൊ ഇത് വന്ന സമയത്ത് ഈ ഒരു റേഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒക്കെ ICT ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് റിയാക്ട് ചെയ്താണ്. സോ ഇതൊരു നല്ലൊരു അപ്സൈഡിലോട്ട് പോകാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് പിറ്റേന്ന് സട്ടൻ ഫാൾ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിനാരിയോസിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബയ്യേഴ്സ് ഓവർകം ചെയ്തിട്ട് അത് മേലോട്ട് പോകുന്നുള്ളൊരു, അല്ലെങ്കിൽ ബയ്യേഴ്സ് അത് ടേക്ക് ടേക്ക് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബയ്യേഴ്സ് അതിനെ എന്തായാലും പറയാ, ബയ്യേഴ്സ് അതിനെ
ഓക്കെ, ഫൈൻ, മനസ്സിലായല്ലോ. ബയേഴ്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ അതിനെ ഓവർകം ചെയ്ത് സെല്ലേഴ്സ് അവിടെ വരികയും ആ ഒരു ബയേഴ്സിന്റെ സ്ട്രോങ്നെസ് കംപ്ലീറ്റ്ലി ഡൗൺ ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയി. സോ അങ്ങനത്തെ സിനാരിയോസിൽ നമുക്ക് അതൊരു ബ്രേക്കർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയനെ ബ്രേക്കർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് റിയാക്ഷൻസ് മാത്രമാണ്, അല്ലാണ്ട് ഒരു നല്ലൊരു ഫാൾ എൻട്രീസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ നിന്നാണ് നമുക്ക് അത്യാവശ്യം നിറയെ എൻട്രീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ടൈം ഫ്രെയിം ആയ 4 ഹവറിലോട്ട് പോവാം. Yeah. ഇതാണ് 4 ഹവറിന്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നത്. നമ്മുടെ എൻട്രി വന്നിട്ട് ഫസ്റ്റ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഗോ. നമുക്ക് ചെറിയൊരു സ്കാൽപ്പ്, അതൊരു റിയാക്ഷൻ എൻട്രി മാത്രമായിരുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ പിന്നെ മാർക്കറ്റില് നമുക്കൊരു 1 അവർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ എൻട്രീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള എൻട്രീസ് ഉണ്ടായിരുന്നു. Fine. ഇവിടെ നിന്ന് നമ്മളൊരു ഡൗൺ സൈഡ് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാർക്കറ്റ് എന്ത് ചെയ്യുന്ന അപ്സൈഡിലോട്ട് നല്ല മൂവായി പോകുന്നുണ്ട്. ഡൗൺ സൈഡ് അപ്സൈഡിലോട്ട് പോകുന്നതൊക്കെ നല്ല ബുള്ളിഷ് ക്യാൻഡിലായിട്ടൊക്കെ ആയിരുന്നു അപ്സൈഡിലോട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒക്കെ. അതിനുശേഷം 15 മിനിറ്റിലോട്ട് യെസ് 15 മിനിറ്റ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് നമ്മളൊരു റിയാക്ഷൻ സെന്റേഴ്സ് ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്തു ഓൾറെഡി. സോ അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കറ്റ് ഈ റേഞ്ച് വന്നു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇവിടെ സംബന്ധിച്ചോളം മാർക്കറ്റിന്റെ ഒരു ഗതി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എടുക്കുന്നു. ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഇവിടെ BOS വെക്കുന്നുണ്ട്. ഇത് മറ്റേ ബീക്കറാണ്, എന്നാലും ഇങ്ങനെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ BOS വെക്കാം, ഇങ്ങനെ BOS വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മാർക്കറ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ICT ഓർഡർ ബ്ലോക്കാണ്. SMCയിലാണെങ്കിലും കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് അഗൈൻ BOS വെക്കുന്നു. സോ ഈ സിനാരിയോയില് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഏകദേശം ഈ റേഞ്ചിൽ വരുമെന്നും ഈ ഒരു ഏരിയയിൽ വരുമെന്നും ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടുമെന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഇവിടെ വരുമെന്നും ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടുന്നു. ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ മോസ്റ്റ് പ്രോബബിലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബിലി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു 15 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്കർ ക്രിയേറ്റ് ചെയ്യും. ആ ബ്രേക്കറിൽ നിന്ന് അപ്സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ആന്റിസിപ്പേഷൻ ചെയ്തത്. ഇതിൽ നമ്മൾ മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനത്തെ എൻട്രീസ്, അതായത് ലിക്വിഡിറ്റി അടുത്തടുത്ത് വരുന്ന എൻട്രീസിന്റെ ഒക്കെ ടാർഗറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വൺസ് അതൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം എല്ലാവരും അത് അറിയിക്കുന്നതായിരിക്കും, അതിന്റെ ഒരു പ്രോപ്പർ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ എൻട്രി ഇവിടെ തന്നെയായിരുന്നു, ഈ ഒരു ഏരിയയിലായിരുന്നു. എൻട്രി എടുത്തു, അറൗണ്ട് ഒരു $23 പ്രോഫിറ്റ് നമുക്ക് കിട്ടി. പക്ഷെ അതിന് ശേഷമായിരുന്നു നമ്മളുടെ 1-2 മിസ്റ്റേക്സ് ഉണ്ടായത്. ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 2 വീക്ക് എങ്ങാണ്ടായിട്ടുള്ളൂ മൊത്തം. ഓക്കെ, അപ്പോൾ പക്ഷെ ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഇനിയും ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇതിന്ന് വലിയ രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലൊന്നും ഞാൻ ആയിട്ടില്ല. സോ ഇതിന്റെ ഒരു അപ്രോക്സ് നമ്മുടെ റിസൾട്ട് ഇതൊക്കെ നമുക്കറിയാം, അതായത് ഓവർ ട്രേഡിംഗ് ഒക്കെ മിസ്റ്റേക്സ് ആണ്, കാര്യങ്ങളാണെന്നൊക്കെ നമുക്കറിയാം. ബട്ട് എന്നാലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഓവർ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് ഈ ജേർണലിംഗ് കൊണ്ടും ഈ ജേർണലിംഗിന്റെ ഒരു ഉദ്ദേശം ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സുകളൊക്കെ ഈ ജേർണലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. വൺസ് ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെയ്യത്തില്ല എന്നുള്ളൊരു
ഈ രീതിയിലാണ് ഇതിന്റെ ഫുൾ പ്ലാനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മളുടെ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്തു, പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷെ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ICT ഓർഡർ ബ്ലോക്ക് എടുത്തു, താഴോട്ട് വന്നു. ഇവിടെ മാർക്കറ്റ് ഉപയോഗിച്ചു. അഗൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ഈ ഒരു ഓർഡർ ബ്ലോക്ക് SMC ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു, ഇവിടെ ഉപയോഗിച്ചു. അതിനുശേഷം ഒരു ഇൻഡ്യൂസ്മെന്റും തന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് തന്നു വെച്ചിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ $50 റിസ്ക് ചെയ്തു. നമ്മുടെ നോർമൽ റിസ്ക് ഒക്കെ അറിയാലോ, വെറും $30 സംഭവമൊക്കെ ഉള്ളൂ. അപ്പോൾ $50 റിസ്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്നൊരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്തു. കാരണം ഓൾറെഡി റിയാക്ഷനും കിട്ടിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു ഷോർട്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാനൊരു ഓവർ ട്രേഡ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതുവരെ എൻ്റെ ആൻറ്റിസിപ്പേഷൻ അപ്സൈഡിലോട്ടുള്ള എൻ്റെ ആൻറ്റിസിപ്പേഷനോ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇവിടെ $50 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഞാൻ ഇതുവരെയുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്തു, ഒരു 1:7. സോ ഗ്രീഡ് ആയിരുന്നു മെയിൻ റീസൺ. സോ ഇങ്ങനെ ഒരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതേ ഇല്ല സിംഗിൾ ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. സിംഗിൾ ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അഗെയിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ സമയത്ത് അഗെയിൻ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തു. ഇമോഷണലി ഞാൻ വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്തു. എൻട്രി അതും ഒരു $50 റിസ്ക് ചെയ്തിട്ട് ഉള്ള എൻട്രി ആയിരുന്നു, ഒരു 1:85 സെറ്റപ്പിൽ. പക്ഷേ ഈ ഒരു എൻട്രി ഞാൻ എടുത്തില്ല. റീസൺ എന്ന് പറയുന്നത് ഇതെൻ്റെ എൻ്റെ വ്യൂവിനനുസരിച്ചുള്ള എൻട്രി ആയിരുന്നു, അല്ലെ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന അതിനുശേഷം വരുന്ന ഓർഡർ ബ്ലോക്ക് നമുക്ക് ബ്രേക്കറിലോ ഓർഡർ ബ്ലോക്കിലോ ഒക്കെ നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാം അപ്സൈഡിലോട്ടുള്ളത്. പക്ഷേ ഞാൻ അത് എടുത്തില്ല. കാരണം അതിന് ഈ ഒരു സമയത്ത് തന്നെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആണല്ലോ, അപ്പൊ ഇവിടെ തന്നെ 10-15 മിനിറ്റ് വരുന്നുണ്ടായിരുന്നു. സോ ഈ സമയത്ത് എനിക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടി. അപ്പൊ ആ ഒരു ചിന്തയിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഓൾറെഡി ട്രേഡിലാണ് നിൽക്കുന്നത്. സോ ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ എന്റെ വ്യൂ ഒന്നുമല്ല എനിക്ക് ആവശ്യം, ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ, അതായത് ഞാൻ എന്റെ വ്യൂ അനുസരിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ആ ട്രേഡ് എടുത്താണെങ്കിൽ ഇമോഷണലി വീണ്ടും ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഒന്നും ചെയ്തില്ല. ഇവിടെ എത്തിയ സമയത്ത് ഈ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു, ഡിലീറ്റ് ചെയ്തു, മിണ്ടാണ്ടിരുന്നു, നോക്കിയില്ല മാർക്കറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഫാൾ ചെയ്ത് ഡൗൺ വന്ന് അഗെയിൻ മാർക്കറ്റ് മേലോട്ട് പോയി. ഇങ്ങനത്തെ സിനാരിയോസിലൊക്കെ, അതായത് ഡിമാൻഡിന് സപ്ലൈനും ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത ഏരിയാസ് ഒക്കെ വരും. ഇപ്പൊ നമ്മള് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് എന്ന സപ്പോർട്ട് റെസ്പെക്ട് ചെയ്യണം, അതല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യണം. ശരി, ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാൻ മാർക്കറ്റ് വീണാൽ എന്ത് ചെയ്യണം, ഇത് ബ്രേക്കർ ആയിട്ട് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യണം. സോ പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത മാർക്കറ്റുകളും ഉണ്ട്. അതായത് നമ്മളുടെ ഒരു ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈസും മാർക്കറ്റ് എന്ത് ചെയ്യില്ല, വാലിഡേറ്റ് ചെയ്യില്ല. അത് ഒരു പരിധി വരെ കുറവായിരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ. 5 മിനിറ്റ് 7 മിനിറ്റ് അതിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നത്. കുറച്ച് ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, നമുക്ക് ചാൻസസ് ഉണ്ടാവും. ഫൈൻ. ഇനിയിപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫൈൻ, ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മളുടെ ക്ലോസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ഡേന്റെ ആന്റിസിപ്പേഷൻ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കറന്റ് ഇപ്പൊ മാർക്കറ്റ് എന്താണ് അവസ്ഥ നമുക്കിപ്പോ അറിയാം. ഇറാന്റെ ഒക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ യൂറോയിനെ സംബന്ധിച്ചോളം യുദ്ധങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ റിസ്കി കോയിൻ ആണ്. സോ മാർക്കറ്റ് താഴോട്ട് തന്നെ പോകും. അതല്ലാതെ മാർക്കറ്റ് സ്ട്രക്ചർ ഓൾറെഡി താഴേക്കാണ്. നമ്മൾ ഇവിടെ നിന്നൊരു ക്ലോസ് ചെയ്തില്ല എന്നുള്ളൊരു ആന്റിസിപ്പേഷൻ വെച്ച്, ആ ഒരു റീസൺ വെച്ചുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് നോക്കുന്നത്. ആ ഒരു പരാതി മാർക്കറ്റ് എന്താണ് മാറ്റിയിട്ടുണ്ട്. ഡൗൺ സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് BOS ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ എൻട്രീസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു മേജർ ആയിട്ടുള്ള ഇനിയൊരു സപ്ലൈ വരുന്നത് ഇവിടെയാണ്. മേജർ സപ്ലൈ ആണ് പറയുന്നത്. അതുവരെയുള്ള എൻട്രീസ് ഒക്കെ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മേജർ സപ്ലൈ. കാരണം
ഈ ഒരു അപ്സർ ക്യാൻഡിലിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫാൾ ചെയ്തിരിക്കുന്നത്. അഗൈൻ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു റണ്ണിങ് ഓർഡർ ബ്ലോക്കോ ഇത് എന്തോന്ന് പറയുക പേര് വന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഉണ്ട്, ഇവിടെ ഒരു OB ഉണ്ട്. സോ അതിലും മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, ടാപ്പ് ചെയ്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ആ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എൻട്രീസ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു SMC ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ലെഗിൽ കാണാനായിട്ട് പറ്റുന്നത്. കറന്റ് നമ്മുടെ വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 hour ഇട്ട് കഴിഞ്ഞിട്ട് വ്യൂ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. സോ സ്റ്റിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാൾ ആവുന്നു. ഓക്കെ, ഇവിടെ ഒരു യെസ് ദിസ് ഈസ് ഓർഡർ ബ്ലോക്ക്, ബട്ട് വി കാൺട്ട് ഈ ഒരു ICTയുടെ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നു, ഡൗൺ സൈഡ് ഫാൾ ചെയ്യുന്നു. ICT ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നു, ഡൗൺ സൈഡ് ഫാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് OB ഉണ്ട്, അൺമിറ്റിഗേറ്റഡ് OB. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ബയാസും കാര്യമായിട്ടുള്ള ബയാസൊന്നും കിട്ടുന്നില്ല നമുക്ക്. എന്നാലും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ബയാസും കിട്ടുന്നില്ല. മാർക്കറ്റ് ഏത് സൈഡിലോട്ട് പോകുന്നുള്ളത് കറന്റ് ഒരു ഡൗൺ സൈഡ് സ്ട്രക്ചർ ആണെങ്കിലും വൺസ് അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബ്രേക്ക് ചെയ്ത് ഈ റേഞ്ച് വന്നിട്ട് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. സോ വി ക്യാൻ ചെക്ക് ഇൻ മാർക്കറ്റ് അവേഴ്സ്, ലൈവ് മാർക്കറ്റ്. നോ ചാൻസസ് നോ. സോ നമുക്ക് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് നോക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി. ഇന്ന് ബയാസ് ഒന്നുമില്ല, സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എൻട്രി കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഇന്ന് ബയാസ് ഇല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് ചലിച്ചു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈകുന്നേരം വന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും സ്ട്രോങ് ആയിട്ട് ഡെയിലി ബേസിൽ ഇത് ചെയ്യും. പിന്നെ ഇനി നമ്മൾ ചെയ്യാത്ത മിസ്റ്റേക്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ജേർണലിംഗ് ഇനി ഈ രീതിയിൽ, അതായത് വെള്ളിയാഴ്ചത്തെ ജേർണലിംഗ് ചൊവ്വാഴ്ച വന്ന് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഇനി മാറത്തില്ല. മാക്സിമം പോയാൽ വെള്ളിയാഴ്ചത്തെ ജേർണല് ശനിയാഴ്ച, അതായത് നെക്സ്റ്റ് ഡേ തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ, ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇനി എൻ്റെ ജേർണലിൽ നിങ്ങൾ കാണത്തില്ല. ഓവർ ട്രേഡിംഗ് മീൻസ് ഓവർ ട്രേഡിംഗ് എന്നുള്ള, ഇപ്പൊ നമ്മള് വിഹിതത്തിനെ കുറെ പുതിയ പേര് വിട്ട് വിളിക്കുമല്ലോ, അതുപോലെ അല്ലാതെ ഓവർ ട്രേഡിങ്ങിനെ ഇനി മറ്റു പേരുകളിലൂടെ എൻ്റെ വീഡിയോയിൽ കാണിക്കില്ല. അതായത് ഇവിടെ ഞങ്ങൾക്ക് ഓവർ ട്രേഡിംഗ് ആയിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് തോന്നിയെടുത്തു, അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അതായത് ഇനി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലെങ്കിൽ, പ്രോപ്പർ വ്യൂ ഇല്ലെങ്കിൽ ഒരു എൻട്രി പോലും എൻ്റെ സൈഡിൽ നിന്ന് ഇനി ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം. ഓക്കെ, ഓവർ ട്രേഡിംഗ് പോലത്തെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് റിയാക്ഷൻ എൻട്രി മാത്രമാണ് ഞാൻ എക്സ്പെക്ട് എങ്കിൽ റിയാക്ഷൻ എൻട്രി മാത്രം എടുക്കുന്നുള്ളൂ. നമ്മൾ ഓൾ മാർക്കറ്റ്, ഐ മീൻ ലോങ് എൻട്രി നോക്കി എടുക്കുകയാണെങ്കിൽ ലോങ് എൻട്രി മാത്രം എടുക്കുന്നുള്ളൂ. സോ ആ രീതിയിലായിട്ട് പോകാനായിട്ടാണ് പ്ലാൻ. അതർവൈസ് ഇനിയിപ്പോൾ വേറെ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു.